Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് പക്കോടയാണ്. പലരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പക്കോട നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്നും അടിക്കേണ്ട കേട്ടോ. അത്ര അടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായി പോവും. അപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചതായി ഒരു പരിവാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഏത് ഷേപ്പിലാണ് വേണമെങ്കിൽ ആക്കിയെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ എടുത്തിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു 2-3 പച്ചമുളക് നടുകി കീറിയത്, അതുപോലെ വെളുത്തുള്ളി നടുകി കീറിയത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഇത് മൂപ്പിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ വറുത്തെടുക്കുന്ന ആ ഒരു പക്കോടയ്ക്ക് നല്ലൊരു ടേസ്റ്റും ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പക്കോട റൈസ് പക്കോട ഇതുപോലെ ഞാൻ കുറച്ച് പരത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത്. കുറച്ച് എണ്ണയിൽ ഇതുപോലെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ബോൾസ് പോലെയാണ് പക്കോട ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് കുറച്ച് ഡീപ്പ് ഫ്രൈ ആയിട്ട് കുറച്ച് എണ്ണ കൂടുതലെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായി കിട്ടും. അങ്ങനെ നമ്മുടെ പക്കോട ഇവിടെ തിരിച്ചും മറിച്ചു വിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പക്കോട ഇതുപോലെ ഇങ്ങനെ കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബോൾസ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എന്നാൽ മാത്രമാണ് ഉള്ളിലേക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പക്കോട ബോൾസ് പോലെയും കുറച്ച് പക്കോട കുറച്ച് പരത്തിയിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പക്കോട മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പക്കോട കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.